നമസ്തേ. ശബരിമല അയ്യപ്പ സേവാ സമാജം പൊന്നാനി താലൂക്ക് സമ്മേളനവും ഗുരുസ്വാമി സംഗമവും എടപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വിജയൻ ഗുരുസ്വാമി ദീപപ്രജ്വലനം നടത്തി തുടക്കം കുറിച്ച ചടങ്ങിൽ ദക്ഷിണ ക്ഷേത്രീയ ജനറൽ സെക്രട്ടറി MK അരവിന്ദാക്ഷനായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അയ്യപ്പന്മാര് അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങള് അയ്യപ്പ ഭക്ത സംഘടനകളുണ്ട്. അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, ഹരിഹരപുത്ര ട്രസ്റ്റ്, ഭൂതനാഥ ട്രസ്റ്റ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘടനകളുണ്ട്. അവരവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും ഭക്ഷണവും അതുപോലെ വിരിവെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ 2018 അതെല്ലാം അസ്തമിച്ചു. അവരാരും ഒന്നും ചെയ്യണ്ട, എല്ലാം ദേവസ്വം ബോർഡ് ചെയ്തോളാം. ഈ ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിയോ? ഇല്ല. ഒരു ദിവസം 1 ലക്ഷത്തിനും മേലെ ആൾക്കാർ ദർശനത്തിന് എത്തിയിട്ടുള്ള കാലമുണ്ട്. അന്ന് ദേവസ്വം ബോർഡ് 25,000 പേർക്ക് ഭക്ഷണം, ബാക്കിയുള്ളവർ എവിടെ പോകും? അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഇതിന് വലിയ ഗവേഷണമൊന്നും വേണ്ട. അവിടെ ലേലം വിളിച്ച് എടുത്തിട്ടുള്ള ഹോട്ടലുകൾക്ക് ആൾക്കാരെ സപ്ലൈ ചെയ്യാനാണ് ഈ മറ്റ് 10 സംഘടനകൾ കൊടുക്കുന്നത് തടയാനുള്ള ശ്രമം നടത്തിയത്. മോഹനൻ ഗുരുസ്വാമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശബരിമല മുൻ മേൽശാന്തിയും അയ്യപ്പ സേവാ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബ്രഹ്മശ്രീ AK സുധീർ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിങ്ങളോട് 2 കാര്യം മാത്രം പറയാനായി ഞാൻ വിവരിക്കുകയാണ്. കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞ 2019-20 കാലഘട്ടത്തിൽ, ആ കോവിഡ് കാലത്ത് ഞാനായിരുന്നു മേൽശാന്തി. ആ ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ആ ഒരു മണ്ഡലകാലത്തിൽ എല്ലാവരും നല്ല തിക്കി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. മകരമാസം കഴിഞ്ഞ് കുംഭമാസം 2ാം പൂജയ്ക്കാണ് ഏകദേശം കോവിഡ് വന്ന് നമുക്ക് എല്ലാം ബ്ലോക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് 5-8 മാസം ആരും കയറാത്തൊരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴേക്കും 20,000 പേരെ കയറാമെന്ന് ഇത് വന്നു. അപ്പോൾ ഒരിക്കലും അവിടെ ഒരു കന്യാസ്വാമി കയറാതെ ഇരുന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഏതായാലും ആ ഒരു കോവിഡ് കാലത്ത് ഭക്തർക്കാർക്കും അവിടെ പ്രവേശിക്കാൻ സാധിച്ചില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല പുണ്യകാലമായിരുന്നു. സ്വാമി അയ്യപ്പദാസ് ആയിരുന്നു മുഖ്യപ്രഭാഷകൻ. നമ്മൾ ഒരു പാവനമായ പരിപാവനമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, സങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ ദിവസം അന്ന് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്നാനം ചെയ്യരുത്. ഇതെന്താ ചെയ്യുന്നത്? ശബരിമല ദർശനം കഴിഞ്ഞ് നേരെ ഇറങ്ങി പമ്പയിൽ വന്നു, പമ്പയെ ചാടി ഉണ്ടായിരുന്നു മുമ്പ് എല്ലാം കൂടെ പറിച്ചു കിടന്നു. സത്യത്തിൽ എന്തൊരു കഷ്ടമാണ്. അങ്ങനെ ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിന് കാരണഭൂതമായത് എന്ത്? ആ ആചാരത്തിന് കാരണഭൂതമായത് നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്കൊന്നും വയറില്ല. പക്ഷെ ശബരിമല ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പേര് നിൽക്കാനുള്ള സ്ഥലം ഒരൊറ്റയാൾക്ക് വേണം. കാരണം ഇയാൾ നിൽക്കുന്നത് 3 അടിയോ 4 അടിയോ പുറകിലാണ്, പക്ഷേ ഇയാളുടെ തുമ്പ നിൽക്കുന്നത് 4 അടി മുമ്പിലാണ്. ആ തരത്തിലുള്ള ഒരു സ്വാമി, തമിഴ്നാട് സ്വാമി, വെള്ളത്തിലിറങ്ങി മുങ്ങിയപ്പോൾ അയാളുടെ കൊണ്ടുപോയി ഉനക്കിതും വേണമാ, എടുത്തുക്കോ. സ്വന്തം പേഴ്സ് വീണപ്പോ ഇതും വേണമോ എന്ന് ചോദിച്ചാൽ അയ്യപ്പ സ്വാമിക്ക് കൊടുത്തു. അതേപോലെ പമ്പയിലിറങ്ങി മുങ്ങിയപ്പോൾ കൊണ്ടുപോയി ഇതും വേണമാ, കൊടുത്തു. ഒരുക്കം ചെയ്തു, 2 പേര് ചെയ്തു. അത് പിന്നീട് അതൊരു ആചാരമായിട്ട് മാറ്റി. പമ്പയിലെ വെള്ളം മലീമസമായി. സന്ദീപ് വെങ്ങാട്, മാടാവ് നാരായണൻ നമ്പൂതിരി, VT ജയപ്രകാശ് മാസ്റ്റർ, സതീഷ് കാലടി, മണികണ്ഠൻ പന്താവൂർ തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി സഞ്ജീവ് കുമാർ താലൂക്ക് ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. രക്ഷാധികാരികളായി മോഹൻ ഗുരുസ്വാമി, ഷിജൻ അത്താണി, വിജയൻ ഗുരുസ്വാമി തുടങ്ങിയവരും, പ്രസിഡന്റായി മനോഹരൻ ഒത്തളൂരും വൈസ് പ്രസിഡന്റായി സുരേഷിനെയും യോഗത്തിൽ നിശ്ചയിച്ചു. സംഘടനയുടെ സെക്രട്ടറിയായി മണികണ്ഠൻ പന്താവൂരും, ആക്ടിംഗ് സെക്രട്ടറിയായി KP സതീഷ് കാലടിയും, ജോയിന്റ് സെക്രട്ടറിയായി രാജനും, ഖജാൻജിയായി രാജൻ കൈപ്പട എന്നിവരെയും തീരുമാനിച്ചു. നിരവധി അയ്യപ്പ ഭക്തരുടെ നിറഞ്ഞ വേദിയിലായിരുന്നു ശബരിമല അയ്യപ്പ സേവാ സംഘം പൊന്നാനി താലൂക്ക് സമ്മേളനവും ഗുരുസ്വാമി സംഗമവും നടന്നത്. സ്വാമി